പ്രേസ് ദ ലോർഡ്. ദൈവമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നെവർ നെവർ ഗിവ് അപ്പ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദേവദാസന്മാരുടെ അപ്പോസ്തലന്മാരുടെയൊക്കെ വീഡിയോസൊക്കെ ഇടാൻ തംബ്നെയിലിടാനിടയായി. ഇതൊന്നും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരെയും ഒന്ന് എംപവർ ചെയ്യാനാണ്, ഉണരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ സത്യം ദൈവം നമ്മളെ അറിയിച്ചു, അറിയിക്കാൻ നമ്മളോട് കരുണ തോന്നിയെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞവർ അത് കറപ്ഷൻ ചെയ്തപ്പോൾ ദൈവം മിണ്ടാതിരിക്കത്തില്ല. നമുക്കറിയാം ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്വന്തം ചായൽ സ്വരൂപത്തിലോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ദൈവത്തിൻ്റെ ആ പദ്ധതി ഒന്നേ ഉള്ളൂ. ദൈവം സകല ജാഗ്രതയോടും നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജഡത്തെ ഒന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ അനുരൂപമാകേണ്ടി വരും. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ഹോർമോസിൻ്റെ 400 കിലോമീറ്റർ ദൂരത്തിൽ ഒമാനിലൊരു സ്ഥലത്തായിരിക്കുന്നു. ഒരു ആവശ്യത്തിന് വേണ്ടി ഫാമിലിയുടെ കൂടെ വന്നതാണ്. സ്തോത്രം. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്രമാത്രം ഈറ്റുന്നവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊക്കെ യഥാർത്ഥമായിട്ട് ഈറ്റുന്നവുണ്ടോ സത്യത്തിൽ? അതോ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിവാഹം, നമ്മുടെ പ്രോഗ്രാം, അങ്ങനെയൊക്കെ നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണോ? അബ്രഹാം എവിടെ പോയാലും അവനൊരു ഓൾട്ടർ ഉണ്ടായിരിക്കും അവിടെ. സ്തോത്രം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി പ്രതികൂല സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ പോകും. സോ വീട്ടിൽ തന്നെയാണെങ്കിലും ഓരോരുത്തർ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ ബി വിജിലൻറ്റ്. ഇത് അന്ത്യകാലമാണ്. ഉണർന്ന് പ്രകാശിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തതിനാണ് നമുക്ക് സ്വർഗത്തിൽ കിരീടമുള്ളത്. സോ എനിക്ക് എല്ലാവരെയും എൻകറേജ് ചെയ്യാനാണ് ഈ സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ദേവദാസന്മാരും ദാസികളും ഉണർന്ന് പ്രകാശിക്കുക. നിങ്ങളുടെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഞാൻ പ്രാർത്ഥിക്കാം എന്താണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എന്തെങ്കിലും അറിയാമോ? നമ്മുടെ ചില വിഷയങ്ങൾ, അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവൻ പ്രാർത്ഥിക്കാനായി അവരെ എൻകറേജ് ചെയ്യാം. ഹല്ലേലൂയ. സോ നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരി